മൂത്രക്കല്ല്, കിഡ്നി സ്റ്റോൺസ് ഇന്ന് ചെറുപ്പക്കാരിലും ഇത് കണ്ടുവരുന്നുണ്ട്. അധികം വെള്ളം കുടിക്കാത്തവരിൽ മാത്രമല്ല, വേറെ പല കാരണങ്ങൾ കൊണ്ടും ഈ സ്റ്റോൺസ് ഫ്രീക്വൻ്റ് ആയിട്ട് ഈ മൂത്രത്തിലെ കല്ല് എന്നുള്ളത് ഒരു പ്രാവശ്യം പോയാലും പിന്നെയും വരുന്ന ഒരു പ്രകൃതമുണ്ട്. അപ്പം ഈ മൂത്രക്കല്ല് എന്തുകൊണ്ടാണ് വരുന്നത്? ഇത് നമുക്ക് തടയാനായിട്ട് പറ്റുമോ? എത്ര വരെയുള്ള സൈസിലുള്ള സ്റ്റോണുകളാണ് നമുക്ക് ചികിത്സയൊന്നുമില്ലാതെ, മരുന്നുകളൊന്നുമില്ലാതെ വീട്ടിൽ തന്നെ ഹോം റെമഡി വെച്ച് നമുക്കത് യൂറിനിലൂടെ പുറന്തള്ളാനായിട്ട് പറ്റും? എപ്പോഴാണ് ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ടോക്ക്. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനേജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്. ഈ മൂത്രത്തിലെ കല്ല് അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ, നെഫ്രോലിഥിയാസിസ്, ഇത് വരാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് യൂറിൻ, അതായത് യൂറിൻ്റെ കോൺസെൻട്രേഷൻ ഒരു പരിധിയിൽ കവിഞ്ഞ് ഭയങ്കര കൂടുക. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ വെള്ളം കുടിക്കാതാവുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ടോക്സിൻസ് ഒക്കെ പുറന്തള്ളാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അതിൽ ക്രിസ്റ്റൽസുകൾ, ചെറിയ ക്രിസ്റ്റൽസുകൾ ഒന്നുകൂടിയിട്ട് അത് സ്റ്റോൺ പോലെ, കല്ല് പോലെ ഉണ്ടാവുന്നു. അപ്പോൾ ഇത് വെള്ളം കുടിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാന റീസൺ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചില ഭക്ഷണങ്ങൾ അമിതമായിട്ട് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം കാൽഷ്യം ഓക്സലേറ്റ്, ഇത് ആ സ്റ്റോണാണ് ഏറ്റവും കൂടുതൽ 80% കണ്ടുവരുന്നത്. അപ്പോൾ പാലുൽപ്പന്നങ്ങൾ, അതേപോലെ ചീര, ഇതിൻ്റെ ഒരു കോമ്പിനേഷനൊക്കെ ഒരുപാട് കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്റ്റോൺസ് വരാൻ പ്രകൃതമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഈ ഒരു മൂത്രസഞ്ചിയിലെ കല്ല് ഫ്രീക്വൻ്റ് ആയിട്ട് വരാൻ സാധ്യതകളുണ്ട്. അപ്പോൾ യൂഷ്വലി നമ്മൾ ഈ ഒരു കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ മൂത്രത്തിലെ കല്ല് എന്നുള്ളത് 3 തരത്തിലാണ് നമ്മളത് പറയുന്നത്. ഒന്ന്, നമ്മൾ മൂത്രസഞ്ചിയിൽ അല്ലെങ്കിൽ ഈ ഒരു ബ്ലാഡറിൽ കാണപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ബ്ലാഡർ സ്റ്റോൺ എന്ന് പറയും. അതല്ല, ഈ ഒരു ട്യൂബിൽ, നമ്മുടെ കിഡ്നിയും മൂത്രസഞ്ചിയും കണക്ട് ചെയ്യുന്ന ആ ഒരു ട്യൂബിലാണ് കല്ല് വന്ന് കുടുങ്ങിയത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ യൂറേട്രിക് സ്റ്റോൺ എന്ന് പറയും. ഇനി ഇതേ സ്റ്റോണ് കിഡ്നിയിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നെഫ്രോലിഥിയാസിസ്, അതായത് കിഡ്നി സ്റ്റോൺ എന്ന് പറയും. പൊതുവെ കിഡ്നിയിലാണ് സ്റ്റോൺ ഉണ്ടാവാൻ തുടങ്ങുന്നത്. അതിൻ്റെ സൈസ് ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് താഴോട്ട് അങ്ങനെ ഇറങ്ങി വരുന്നതാണ്. അല്ലാതെ ഒരിക്കലും ബ്ലാഡറിൽ സ്റ്റോൺ വന്ന് ഉണ്ടാവുകയോ അല്ലെങ്കിൽ യൂറേറ്ററിൽ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. യൂറിൻ്റെ കോൺസെൻട്രേഷൻ, ഫിൽട്രേഷൻ ഒക്കെ അരിപ്പ പോലെ എല്ലാം അരിയണം, അതായത് അരിപ്പ പോലെ അത് ഫുൾ ഫിൽട്ടർ ചെയ്യുന്നതൊക്കെ ഈ ഒരു കിഡ്നിയിലാണ്. അപ്പോൾ ആ ഭാഗത്തിലാണ് നമ്മൾ സ്റ്റോൺ ഫോർമേഷൻ ആദ്യം വരുന്നത്. അപ്പോൾ നമ്മൾ യൂഷ്വലി പറയാറുണ്ട്, അപ്പോൾ 3 തൊട്ട് 4 mm ഡയമീറ്ററിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ അത് നോർമലി നല്ല വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞ് നമ്മൾ ഭക്ഷണത്തിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ തന്നെ അത് യൂറിനിലൂടെ പുറത്തോട്ട് പോകും. എന്നാൽ വൺസ് ആ ഡയമീറ്ററേക്കാൾ കൂടുകയാണെങ്കിൽ അത് നമ്മൾ മെഡിക്കേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 3-4 mm എന്ന് പറയാൻ റീസൺ എന്ന് വെച്ചാൽ, ഇതിൽ ഈ ഒരു കിഡ്നിയിൽ നിന്നും പുറത്ത് വരുന്ന ഒരു ട്യൂബ്, അതായത് യൂറിനറി ട്രാക്റ്റിലെ യൂറേറ്റർ എന്നുള്ളൊരു ട്യൂബ്, അതിൻ്റെ ഡയമീറ്ററാണ്. അതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് കറക്റ്റ് പറയുകയാണെങ്കിൽ 3 മുതൽ 4 mm ആണ്. അതിലൂടെ കടന്നു വരാൻ പറ്റുന്ന എല്ലാ സ്റ്റോൺസും മൂത്രത്തിലൂടെ പുറത്തോട്ട് തള്ളപ്പെടും. എന്നാൽ അതിനേക്കാൾ വലിയ സൈസാണ് എന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ അത് ഈ ഒരു ഭാഗത്ത്, അത് 3 ഭാഗമാണ് മെയിനായിട്ടുള്ളത്. യൂറേട്രോ പെൽവിക് ജംഗ്ഷൻ എന്ന് പറയും. അത് കറക്റ്റ് നമ്മൾ ഈ കിഡ്നിയും യൂറേറ്ററും ആ ട്യൂബും ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് അവിടെ വന്ന് ലോഞ്ചായി കുടുങ്ങിക്കിടക്കാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ പെൽവിക് ബ്രിം എന്ന് പറയും, അതായത് പെൽവിസ് ആ ഭാഗത്തിൽ വന്ന് കുടുങ്ങിക്കിടക്കാം. ഇനി വേറൊരു പോർഷൻ, യൂറേറ്ററിൻ്റെ 3 ഭാഗമാണ്. ഇവിടെയാണ് ഈ അതിൻ്റെ ചുരുക്കം, ആ ട്യൂബിൻ്റെ ചുരുക്കം കൂടുതലുള്ളത്. ഒന്ന് നമ്മൾ പറഞ്ഞ ഈ ഒരു പെൽവിസ് ഭാഗത്തും, പിന്നെ ഈ ബ്രിം ആ ഒരു അറ്റവും, അതേപോലെ തന്നെ ബ്ലാഡർ, മൂത്രസഞ്ചിയുമായിട്ട് യോജിക്കുന്ന ആ ഒരു ഭാഗത്തും ചെറിയൊരു ചുരുക്കമുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ചിലപ്പോൾ സ്റ്റോൺസ് സൈസ് ഇത്തിരി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ വന്ന് കെട്ടിക്കിടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഈ 3 മുതൽ 4 mm, 3-ന് താഴെയാണ് 2 mm ഉള്ളൂ, 1 mm ഉള്ളൂ, 2.5 mm ഉള്ളൂ, 3 mm ഉള്ളൂ, ഡോക്ടറെ എനിക്ക് മെഡിസിൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ആവശ്യമില്ല. എന്തിനാ വെറുതെ പൈസ കളയണത്? അതിൻ്റെ ആവശ്യമേ ഇല്ല. നമുക്ക് മെഡിസിൻ എടുക്കാതെ തന്നെ ധൈര്യമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം മാത്രമല്ല, വൈറ്റമിൻ സി അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, പിന്നെ സ്റ്റോൺസ് ഏത് തരാണെന്നുള്ളതും കൂടിയുണ്ട്. അപ്പോൾ അധികം 80% സ്റ്റോൺസും കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺസ് ആണ്. അപ്പോൾ കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ ഈ കാൽഷ്യം ഓക്സലേറ്റ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ കൊണ്ടാണ് വരുന്നത്. അപ്പോൾ പാലുൽപ്പന്നങ്ങൾ കുറയ്ക്കാം, എടുക്കണത് കുറയ്ക്കാം. അതിൻ്റെ കൂടെ തന്നെ ചീര, ഇതിലൊക്കെ ഓക്സലേറ്റ് കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ ഈ കിഡ്നി സ്റ്റോൺ അധികം വരാൻ സാധ്യതയുള്ളവർ ആ ഇലക്കറികളും എടുക്കുന്നതും കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് 5 mm ആണ്, ചിലപ്പോൾ 5-6 mm ആയിരിക്കും. പക്ഷെ അത് ഏത് പൊസിഷനിലാണ് ഉള്ളത് എന്നതിനെ ബേസ് ചെയ്ത് അതിൻ്റെ വേദനയുടെ തീവ്രത കൂടും. കിഡ്നിയുടെ പൊതുവെ വേദന എന്ന് പറയുന്നത്
ബാക്ക് സൈഡാണ് വരിക. അപ്പോൾ പേഷ്യൻ്റ് വരുമ്പോൾ തന്നെ ബാക്ക് സൈഡ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെയാണ് അത് പറയുക. അത്രയും കഠിനമായിട്ടുള്ള വേദനയായിരിക്കും. അതിന് കാരണം മറ്റ് അവയവങ്ങളെ അപേക്ഷിച്ച് കിഡ്നി കുറച്ചുകൂടെ പുറത്തോട്ട് നമ്മുടെ നട്ടെല്ലോട് ചേർന്നിട്ടാണ് കിഡ്നി പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കിഡ്നി മുതൽ കറക്റ്റ് ആ മൂത്രസഞ്ചി വരെയുള്ള ആ പൊസിഷനിലാണ് അവർക്ക് പെയിൻ വരിക. അതായത് ബാക്ക് മുതൽ അടിവയറ് വരെയാണ് ആ ഒരു മൂത്രത്തിൽ കല്ലുണ്ടാകുമ്പോൾ വേദന അവർക്ക് അനുഭവപ്പെടുക. അതും അസഹനീയമായിട്ടുള്ള അനുഭവമായിരിക്കും. എസ്പെഷ്യലി അത് മൂത്രക്കല്ല് പുറത്തോട്ട് വരുന്ന ടൈമിലും തെറിച്ച് പോകുന്നതിന് മുന്നേ വരെ ഭയങ്കര വേദന കൂടുതലായിരിക്കും. മൂത്രക്കല്ല് അല്ലെങ്കിൽ റീനൽ സ്റ്റോൺ യൂഷ്വലി 4 തരത്തിലാണുള്ളത്. കാൽഷ്യം ഓക്സലേറ്റ് ആണ് 80% നമ്മൾ പറഞ്ഞത്. പിന്നെ യൂറിക് ആസിഡ് സ്റ്റോണാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ രക്തത്തിലെ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ചിലർക്ക് യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യുകയും അത് അടിഞ്ഞുകൂടുകയും അത് സ്റ്റോണായിട്ട് ഫോം ചെയ്യുകയും ചെയ്യും. അതുപോലെ മൂന്നാമതായിട്ട് വരുന്നതാണ് സ്ട്രുവൈറ്റ് സ്റ്റോൺ എന്ന് പറയുന്നത്. അത് നമ്മൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഫ്രീക്വൻ്റ് ആയിട്ട് വന്നതിന് അതിൻ്റെ ഒരു പാർശ്വഫലമായിട്ട് വരുന്നതാണ് ഈ സ്ട്രുവൈറ്റ് സ്റ്റോൺ എന്ന് പറയുന്നത്. പാരമ്പര്യമായിട്ട് തന്നെ ചിലർക്ക് ഈ സിസ്റ്റൈൻ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ചില അസുഖങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഇവർക്ക് ഈ സിസ്റ്റൈൻ സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാകും. അത് പാരമ്പര്യമായിട്ട് അത് വളരെ റെയറാണ്. 1 മുതൽ 2% ആളുകളിൽ മാത്രമാണ് ആ ഒരു സിസ്റ്റൈൻ സ്റ്റോൺ കണ്ടുവരുന്നത്. കൂടുതലും കാൽഷ്യം ഓക്സൈഡ് സ്റ്റോൺസുകളാണ് കണ്ടുവരുന്നത്. മൂത്രത്തിലൂടെ തെറിച്ചു പോകാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാവുന്നൊരു ടിപ്സ് എന്ന് പറയുന്നത് ബാർലി വാട്ടർ വളരെയധികം നല്ലതാണ്. ഇത് സ്റ്റോൺസിനെ പൊടിച്ചു കളയാൻ വളരെയധികം സഹായകരമാകും. അതേപോലെ ഈക്വലി ഹെൽപ്പ് ആവുന്ന ഒന്നാണ് ഈ മുതിര. ആക്ച്വലി ഇത് ഇപ്പോൾ ഗൗട്ട് പോലുള്ള യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുള്ളവർ, അസിഡിറ്റി ദഹനത്തിൻ്റെ പ്രശ്നമുള്ളവർ ഇത് ഒഴിവാക്കാം, ഈ ഒരു മുതിര എന്ന് പറയുന്നത്. അല്ലാത്തവർക്ക് ആക്ച്വലി രാത്രി കിടക്കുന്ന സമയത്ത് മുതിര 2 ടീസ്പൂൺ ഇട്ട് വെച്ച് അടുത്ത ദിവസം രാവിലെ അത് തിളപ്പിച്ച് അത് സ്ട്രെയിൻ ചെയ്തിട്ട് ആ വെള്ളം അരിച്ചെടുത്ത് അത് റെഗുലറായിട്ട് എടുക്കുന്നത് അതിലുള്ള ഫ്ലാവിനോയിഡ് കണ്ടൻറ്റുകൾ ഈ കാൽഷ്യം ഓക്സലേറ്റ് പോലുള്ള ക്രിസ്റ്റൽസ് പിന്നെയും ഫോം ആകാതിരിക്കണം. അതായത് പുതിയ സ്റ്റോണുകൾ ചിലർക്ക് ഒരു പ്രാവശ്യം വന്നു പോയതായിരിക്കും, പിന്നെയും വരും. അപ്പം അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് യൂറിക് ആസിഡ് പ്രശ്നമില്ല, അതായത് ഗൗട്ടിൻ്റെ പ്രശ്നമില്ല, ദഹനത്തിൻ്റെ പ്രോബ്ലം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുതിര ഒരു നല്ലൊരു ഓപ്ഷനാണ്, ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇളനീര് വളരെയധികം എഫക്റ്റീവാണ്. നമ്മുടെ നാരങ്ങാ നീരിൽ കൂടുതൽ സിട്രേറ്റ് കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ കാൽഷ്യം ബേസ്ഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് അധികവും നമ്മൾ 80% കാൽഷ്യം സ്റ്റോൺസ് ആണല്ലോ പറഞ്ഞത്. അപ്പോൾ അതിനെ പൊടിച്ച് കളയാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ നാരങ്ങ വെള്ളം വളരെ ഇഫക്റ്റീവാണ്. അതേപോലെ മൂത്രത്തിലെ കല്ലിന് വാഴപ്പിണ്ടി അതിൻ്റെ ജ്യൂസ് അത് വളരെയധികം ഇഫക്റ്റീവാണ്. വാഴപ്പിണ്ടി കറിയായിട്ട് വെക്കുന്നതും ഉപ്പേരിയായിട്ടൊക്കെ വെച്ച് കഴിക്കുന്നതും കിഡ്നിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും, അതിപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മൂത്രസഞ്ചിയിലെ കല്ല്, ഇതിനൊക്കെ വളരെയധികം ഇഫക്റ്റീവാണ്. വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുക്കുന്നവർ റെഗുലറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കരുത്. ഡോക്ടർ പറഞ്ഞ അളവിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. കാരണം കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ ചിലർക്കെങ്കിലും ഈ പിത്താശയക്കല്ല്, അതുപോലെ കിഡ്നിയിലെ സ്റ്റോണ്, ഇതിൻ്റെ ഒരു എന്താ പറയുക വൈറ്റമിൻ ഡി കൂടുതലായിട്ടും കാൽഷ്യം അബ്സോർപ്ഷനെ കൂട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള കണ്ടീഷനിൽ ഗോൾ ബ്ലാഡർ സ്റ്റോണും അതേപോലെ കിഡ്നിയിലെ സ്റ്റോണും ഒക്കെ കൂടുതലായിട്ടും ഒരു ഡോക്ടർ പറഞ്ഞതിലും കവിഞ്ഞ് അവരായിട്ട് സ്വന്തം പ്രിസ്ക്രിപ്ഷനിൽ കുറേ കാലം എടുത്തു വരും. അങ്ങനെ എടുക്കുന്നത് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ യൂഷ്വലി ബെർബറിസ് വൾഗാറിസ് ഒക്കെ കൊടുക്കാറുണ്ട് കിഡ്നി സ്റ്റോൺസിന്. അത് ഓരോ പൊസിഷൻ അനുസരിച്ച്, ഇപ്പോൾ ലെഫ്റ്റ് കിഡ്നി ആണെങ്കിൽ അതിനനുസരിച്ചുള്ള മെഡിസിൻസ് ചേഞ്ച് ആവും, റൈറ്റ് കിഡ്നി ആണെങ്കിൽ അതിനനുസരിച്ച്. ഇനി അതല്ല അത് ബ്ലാഡറിലാണ് സ്റ്റോൺ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സ വേറെ ടൈപ്പിലായിരിക്കും. പക്ഷേ ഒരു 15 mm 10-12 mm മുകളിലാണ്, 15 mm മുകളിലാണ് എന്നുണ്ടെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റ് കുറേ ലോങ് ആയിട്ട് എടുക്കേണ്ടി വരും. അത് അത്ര പെട്ടെന്ന് പൊടിഞ്ഞ് വരികയില്ല. അതേപോലെ 3 മുതൽ 4 mm ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ 10 താഴെയാണ്, 5 മുകളിലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർജറി ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൂത്രത്തിലെ കല്ല് പൊടിച്ച് കളയാൻ പറ്റും. മൂത്രക്കല്ലിനെ സംബന്ധിച്ചുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള ഈ ഒരു വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനേജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്.